പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ എപ്പിസോഡ്, ലാസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 എപ്പിസോഡിലും റോമാലേഖനം 1-ാം അധ്യായത്തെക്കുറിച്ച് ഒരു ചെറിയ പഠനം നമുക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ലേഖനം മുഴുവൻ പഠിക്കുന്നത്, ഒരു അധ്യായം മുഴുവൻ പഠിക്കുന്നത്, ഒരു ഖണ്ഡിക മുഴുവൻ പഠിക്കുന്നത്, ഇങ്ങനെയുള്ള പഠനങ്ങളുണ്ട്. ഇന്നതൊന്നും അങ്ങനെ കാണുന്നില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ വാക്യം എടുത്ത് വെച്ച് പ്രസംഗിച്ച് പോകുന്നൊരു രീതിയാണ് കണ്ടുവരുന്നത്. എന്നാൽ ലേഖനം മുഴുവനായിട്ട് പഠിക്കുന്നത് വളരെ മനോഹരമാണ്. അത് ഒത്തിരി സബ്ജക്റ്റ് നമുക്ക് കവർ ചെയ്യാൻ ഇടയായിത്തീരും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വചനത്തിലൂടെ ഗ്രഹിക്കാൻ കഴിയും. അത് അങ്ങനെ ഒരു പഠനമില്ലാത്തതുകൊണ്ട് വിശ്വാസികൾക്ക് അതിൻ്റേതായ ന്യൂനതകൾ, വചനത്തെക്കുറിച്ചുള്ള ശൈശവാവസ്ഥകൾ വളരെ വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു ലേഖനം മുഴുവൻ വായിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ്. ഒരു അധ്യായം മുഴുവൻ വായിച്ച് പഠിച്ച് ധ്യാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായിക്കാൽ തെറ്റിപ്പോകുന്നു കർത്താവ് പറഞ്ഞു. അപ്പോൾ തിരുവെഴുത്തുകൾ അറിയേണ്ട പോലെ അറിയുമ്പോഴാണ് നമുക്ക് ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മൾ ഈ ലോകത്തിലെ അറിവുകളൊക്കെ പരിധി എടുക്കുന്നവരാണ്. ഞാൻ മുമ്പ് അങ്ങനെ കൂടുതലായിരുന്നു, ഇപ്പം അത്ര അങ്ങോട്ട് പോകാറില്ല. എന്നാൽ ഇന്നത്തെ ബഹുമാനപ്പെട്ട ഭാഷന്മാരൊക്കെ ലോകത്ത് എന്തോരം അറിവ് നേടാമോ, ലോകത്തിൻ്റെ ജ്ഞാനം എന്തോരം പ്രാപിക്കാമോ, അതൊക്കെ പ്രാപിച്ച് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതൊന്നും അത്ര ഗുണകരമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം മോക്ഷത്തമാക്കി. പിന്നെ നമ്മൾ ആ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് ആത്മീകമായ ജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം. യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നൊരു ഭാഗമുണ്ട്, ഉയരത്തിലെ ജ്ഞാനമോ. ഒരു മനോഹരമായൊരു പ്രസൻറ്റേഷനാണ്. ഞാനത് നിങ്ങളുടെ മുൻപാകെ വായിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. യാക്കോബിൻ്റെ ലേഖനം, അതിൻ്റെ സ്തോത്രം, എബ്രായ ലേഖനം, എബ്രായർ യാക്കോബ്. വളരെ ഹാർഡായിട്ടുള്ള ഒരു പഠനമാണ് യാക്കോബിൻ്റെ ലേഖനത്തിലെ. യാക്കോബിൻ്റെ ലേഖനം മാർട്ടിൻ ലൂതർ ഭയപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. കാരണം വിശ്വാസത്താൽ നീതീകരണം എന്ന് മാർട്ടിൻ ലൂതർ സമർത്ഥിച്ചപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വാസം മാത്രം പോലെ പ്രവൃത്തി കൂടെ വേണം. വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകണമെന്ന് ശക്തിയോടെ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. സ്തോത്രം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ആ വാക്കിൻ്റെ മുൻപ് മാർട്ടിൻ ലൂതറൊക്കെ കിഴുങ്ങിപ്പോയെന്നാണ് പറയുന്നത്. കാരണം അത്ര ഗഹനമായ വിഷയമാണ് യാക്കോബ്. നമുക്കറിയാം, പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ട പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അതിൽ പത്രോസും യാക്കോബും പ്രധാന പങ്ക് വഹിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സ്തോത്രം. ഇവിടെ ഈ യാക്കോബ് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക് പറയുകയും വരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഉയരത്തിലെ ജ്ഞാനവും ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും ഒരു വേർതിരിവ് യാക്കോബ് പഠിപ്പിക്കുന്ന കാണാൻ കഴിയും. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. അപ്പൊ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ എന്തുണ്ട്? ഭൗമികമായ ജ്ഞാനമാണ്, അത് പ്രാകൃതമാണ്, അത് പൈശാചികമാണ്. സ്വത്രം. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ പൈശാചികമായതത്രേ. ഈർഷ്യയും ശാഠ്യവും അതിൻ്റെ പിന്നിലുണ്ടെന്നാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. ഈർഷ്യയും ശാഠ്യവും ദുഷ്പ്രവൃത്തി. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും, ശാന്തതയും, അനുസരണമുള്ളതും, കരുണയും, സൽഫലം നിറഞ്ഞതും, പക്ഷപാതമില്ലാത്തതും, കപടമില്ലാത്തതുമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ ഉയരത്തിലെ ജ്ഞാനമാണ് ദൈവമക്കളാകുന്ന നമുക്ക് വേണ്ടത്. ഈ ലോകത്തിലെ ജ്ഞാനത്തിൻ്റെ പുറകെ
പരതി നടക്കുന്ന വിശ്വാസികളും ശുശ്രൂഷന്മാരും കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ ജ്ഞാനം അവർക്ക് പ്രാപിക്കണം. ലോകത്തിൻ്റെ ജ്ഞാനം ഭോഷത്വമാണെന്ന് സത്യവേദ പുസ്തകം പഠിപ്പിക്കുമ്പോൾ പിന്നെ എന്തിനാ നമ്മൾ അതിൻ്റെ പുറകെ കിടക്കുന്നേ? അത് നമ്മൾ ലോകത്തിലേക്ക് വലിച്ചെടുച്ചുകൊണ്ട് പോകും. ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഇരിക്കുന്നവർ, യുദ്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നവർ, ഇറാനെ കുറിച്ചും സൗദി അറേബ്യയെക്കുറിച്ചും ബ്രിട്ടീഷ് രാജ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ചർച്ച ചെയ്യാനിരിക്കുന്നവരുടെ അറിവെന്ത് വലുതാണെന്നറിയാമോ? നമുക്കൊന്നും അവരുടെ 100% അറിവില്ല. അവർക്ക് എല്ലാ അറബ് രാജ്യങ്ങളെക്കുറിച്ചും യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചും അവരുടെ രീതി, അവരുടെ എക്കണോമി, അവരുടെ റിലിജൻസ് എന്ന് വേണ്ട ഒട്ടനവധി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് മനോഹരമായ നിലയിൽ. എന്നാൽ ആത്മീകമായ നിലയിൽ നമ്മൾ അവരെ പഠിക്കുമ്പോൾ അവർ ഒന്നുമല്ല. അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല, ആത്മീക ജ്ഞാനമില്ല, സ്വർഗീയ ജ്ഞാനമില്ല, വചനത്തിൻ്റെ ജ്ഞാനമില്ല. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഞാൻ റോമാലേഖനത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരട്ടെ. മുഖപരമായ ഇത്രയും കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൺക്ലൂഷനിലേക്ക് ഒന്നുകൂടി ചില അവലോകനം നടത്തി കൺക്ലൂഷൻ ചെയ്യാനാണ് ഈ 5ാമത്തെ എപ്പിസോഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക ദൈവമക്കളെ. അതിൻ്റെ 21ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ, ദെയർ ഇമാജിനേഷൻ, തങ്ങളുടെ നിരൂപണം, സ്വന്തം നിരൂപണം, സ്വന്തം അഭിപ്രായം, സ്വന്തം കാഴ്ചപ്പാട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്ന് സോളമൻ പറയുന്നുള്ളൂ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമ്മുടെ എല്ലാം 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 പരിമിതമാണ്. വളരെ ചെറിയ അറിവേ നമുക്കുള്ളൂ. പണ്ട് ഒരു പഴമൊഴി പറഞ്ഞ് ഞാൻ ഓർത്തു പോവുക, കൂപമണ്ഡൂപം. എന്താണ് ഈ കൂപമണ്ഡൂപം? കിണറ്റിലെ തവള എന്നാണ് അതിൻ്റെ അർത്ഥം. തവള കിണറ്റിൽ ഇരുന്നുകൊണ്ട് മുകളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തവളയ്ക്ക് കാണാൻ കഴിയുന്നത് ഒരു വട്ടത്തിലുള്ളൊരാകാശം. അപ്പോൾ പുള്ളി ചിന്തിക്കുന്നത്, ഇത് ആകാശം, ഈ ആകാശവും ഭൂമിയിൽ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആൾ. ഈ തവളയുടെ ചിന്തയാണ്. ചെറിയ ചെറിയ മീനൊക്കെ വരുമ്പോൾ വെട്ടി വിഴുങ്ങും, വല്ല കൊതുകോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിനെല്ലാം വെട്ടി വിഴുങ്ങും. പുള്ളി ഇവിടുത്തെ വലിയ ആളായിട്ടിങ്ങനെ. അതുപോലെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ചിന്താഗതി അങ്ങനെയാണെന്ന് നമ്മൾ തോന്നിപ്പോവുക. അവരെല്ലാം വലിയ വലിയ ആൾക്കാരാണ്, വലിയ സ്കോളേഴ്സാണ്, വലിയ അറിവുള്ളവരാണ്, വലിയ കഴിവുള്ളവരാണ്, വലിയ പ്രാപ്തിയുള്ളവരാണ്, വലിയ ഡിഗ്രി ഉള്ളവരാണ്, വലിയ സബ്ജക്റ്റുകളൊക്കെ എടുത്ത് പഠിച്ച് അതിൻ്റെ സ്കോളേഴ്സും അതിൻ്റെ വലിയ ജ്ഞാനികളുമാണ് അവർ. പക്ഷേ ആഫ്റ്റർ ഡെത്ത് എന്നുള്ള വിഷയം നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചാൽ അവരെന്തോ പറയും? നിങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മന്ദബുദ്ധികളാണ്, നിങ്ങളോടൊന്നും പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് നമ്മളെ അവർ ശാസിച്ചിട്ട് പോവും. നമ്മൾ പറയുന്ന സുവിശേഷത്തെയൊക്കെ ചവിട്ടി മതിച്ച് അവരങ്ങ് പോവും. എന്നാൽ സത്യം എന്താണ്? ദൈവവും ദൈവത്തിൻ്റെ വചനവുമാണ് സത്യം. ദൈവവചനം അനുസരിച്ചൊരു മനുഷ്യൻ ജീവിക്കുന്നില്ലെങ്കിൽ വെള്ളസിംഹാസനത്തിന് മുൻപാകെ ദൈവത്തിൻ്റെ ന്യായതയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും. അവൻ ചെയ്ത തെറ്റുകളെയൊക്കെ ദൈവം അവന് കാണിച്ചു കൊടുത്തിട്ട് നിത്യമായ തീപ്പൊയ്കയിലേക്ക് അവനെ തള്ളിക്കളയുന്ന ഒരു സുദിനമുണ്ടെന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. വാത്സല്യ സഹോദരങ്ങളെ, എന്തെല്ലാം അറിവ് നമ്മൾ ഈ ലോകത്തിൽ നേടിയാലും, ഏതൊക്കെ നിലയിലുള്ള സ്കോളേഴ്സ് നമ്മളായാലും ശരി, എത്രയൊക്കെ ധനം നമ്മൾ നേടിയാലും ശരി, ധനനിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവ് നിമിത്തം ഹൃദയം ഗർവിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. സ്തോത്രം. 3 വാക്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗർവമാണ് ഇന്ന് മനുഷ്യനെ അടക്കി വാഴുന്നത്. നല്ല നിലയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവ് അവരെ കാണിക്കും. 10 ചക്രം അവർക്കുണ്ടെങ്കിൽ അതിൻ്റെ അറിവ് കാണിക്കും. വലിയ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളാണെങ്കിൽ അതിൻ്റെതായ ചില അഹങ്കാരം അവരുടെ ഉള്ളിലുണ്ടാകും. ഇതെല്ലാം 0 ആണെന്ന് മനസ്സിലാക്കുക. യഹോവ ഭക്തി തന്നെ ജ്ഞാനത്തിൻ്റെ ആരംഭം. മനസ്സിലായോ? ഒട്ടനവധി വേദഭാഗങ്ങളിൽ നമുക്ക് അതിനോടനുബന്ധിച്ച് പഠിക്കാൻ കഴിയും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ദൈവത്തെ അറിയുക. സോളമൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക. കാരണം എന്താ? നല്ലതും ചീത്തതുമായ പ്രവൃത്തികളെ ദൈവം ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവഭയത്തോടൊരു ക്രിസ്തുജീവിതം നയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സ്വന്തം വിവേകത്തിൽ നമ്മൾ ഊന്നരുത്.
ഇന്ന് ലോകത്ത് കിടക്കുന്ന മാനവജാതിക്ക് വന്ന തകർച്ചയുടെ ഒരു ചിത്രമാണ് റോമാലേഖനം 1-ാം അധ്യായം. സ്വന്തം നിരൂപണങ്ങളിൽ അവര് വ്യർത്ഥരായി തീർന്നു. അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷേമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഞാൻ ഇന്ന് ഓർക്കുന്നു, നിങ്ങളുടെ ദൈവജനം പഠിപ്പിച്ച രവിദാസൻ പറഞ്ഞൊരു വിഷയം നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ചിന്ത. കോട്ടും കെട്ടിയിട്ട് അയ്യും കെട്ടി ഒരു പിടി പുല്ല് കൊണ്ടുവന്ന് പശുവിന് കൊടുത്തിട്ട് ആ പുല്ല് തീറ്റിച്ചിട്ട് അതിൻ്റെ ചന്തിക്ക് തട്ടി അത് മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രം കുടിച്ച് സായുജ്യമടയുന്ന ഭക്തന്മാർ, ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾ, ഈ ലോകത്തിൻ്റെ വിവേകികൾ, മൃഗത്തെ ദൈവമായിട്ട് കാണുന്നവർ. ഇവിടെ എന്താ പലരും പറഞ്ഞത്? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ സാദൃശ്യമാക്കി ദൈവത്തെ മാറ്റി. അവർ ജ്ഞാനികളാണ്, അപ്പോൾ തന്നെ അവർ വിഡ്ഢികളുടെ ലോകത്താണ് എന്ന് ഓർത്തുകൊള്ളുക. ഇന്ന് അങ്ങനെ കിടക്കുന്ന വലിയ ജ്ഞാനികളാണ് ഇന്ന് ഈ സിനി ഫീൽഡിലും സ്പോർട്സ് ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്ന വലിയ വലിയ സ്കോളേഴ്സ്, വലിയ വലിയ മനുഷ്യർ, അവർ വലിയ ജ്ഞാനികളാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ അവർ പോഷന്മാരാണ്. കാരണം ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി. വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആ കൊരിന്ത്യർ ലേഖനത്തിലൊരു പ്രയോഗമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ യേശുക്രിസ്തു വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ കിട്ടുമെന്ന് പറയുമ്പോൾ ആധുനിക മനുഷ്യൻ അതിനെ പുച്ഛിച്ച് തള്ളും, അതിനെ പരിഹസിക്കും, അതിനെ നിന്ദിക്കും. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അത് തന്നെയാണ് യാഥാർത്ഥ്യം. സ്കൂളിൽ പോകാത്ത 2ാം ക്ലാസ്സിൽ പഠിച്ച ഉപദേശി പറഞ്ഞ അതാണ് സത്യം. എന്താ സത്യം? യേശു ക്രിസ്തു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ഇല്ലാത്തവനോ ശിക്ഷാവിധിയിലാകപ്പെടും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവവചനത്തിന്റെ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കുന്നതാണ് ബുദ്ധി. അതാണ് കർത്താവും ശിഷ്യന്മാരും പഠിപ്പിച്ച പഠനം. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റി. അതുകൊണ്ട്, അങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അവരുടെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് ഏൽപ്പിച്ചു. മനുഷ്യൻ എന്ത് സംഭവിച്ചു? സ്വന്തം വിവേകത്തിൽ ഊന്നിയത് കൊണ്ട്, സ്വന്തം കാഴ്ചപ്രകാരം കൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് മനുഷ്യൻ ആരായി മാറി? മനുഷ്യനെയും പക്ഷിയെയും നാൽക്കാലിയും ഇഴജാതിക്കെയും ആരാധിക്കുന്നവരായി തീർന്നു മനുഷ്യൻ. എത്ര അധപ്പതിച്ചു പോയി! ലോകം മുഴുവൻ ചിന്തിച്ചു നോക്കിയില്ല. ചൈനയെ കുറിച്ച് ഒരു സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ചൈനയിൽ നിന്നൊരു മിഷണറി വന്നു. ഞാൻ അദ്ദേഹം അടുത്ത് പരിചയപ്പെടാനിടയായി തീർന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ചൈനയിൽ ഒരു വലിയ ധനാഢ്യൻ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കത്തിക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയ സാമ്പത്തിക സ്രോതസ്സുകൾ കൂടി, അതിൻ്റെ ബാങ്കിലുള്ള കാശിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൂടി ആ തീപ്പൊയ്കയിലിട്ട് അങ്ങോട്ട് കത്തിച്ചു കളയുന്നു. കേട്ടോ, അവിടെ വിശ്വാസം എന്താ? നീ പോകുന്നിടത്ത് നീ ഉണ്ടാക്കിയ പണവും കൂടി കൊണ്ടുപോക്കോ. എങ്ങനെ ഇരിക്കുന്നു? പണ്ടൊരു തിരുവനന്തപുരംകാരൻ പറഞ്ഞ പോലെ എങ്ങനെ ഇരിക്കണം മനുഷ്യൻ്റെ ചിന്താഗതി? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത്ര പോഷന്മാരായപ്പോല്ലോ ആ മനുഷ്യനുണ്ടാക്കിയ പണം വല്ല ചാരിറ്റബിനോ അല്ലെങ്കിൽ കാശും കാര്യമൊന്നും ഇല്ലാത്തവർക്കോ, വീടില്ലാത്തവർക്കോ, കല്യാണം കഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടി ഇരിക്കുന്ന കുടുംബങ്ങൾക്കോ ഷെയർ ചെയ്ത് കൊടുത്ത് സന്തോഷകരമായി മുമ്പോട്ട് പോകേണ്ടതിന് പകരം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തോടു കൂടി ദഹിപ്പിച്ച് കളയുന്ന ചൈനയിലെ ദുരാചാരം. ഞാനിതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ എത്ര ദുരാചാരങ്ങളാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ കാട്ടിക്കൂട്ടുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു? വൈ? സ്തോത്രം. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈ 21-ാം വാക്യം, ദൈവത്തെ അറിഞ്ഞിട്ടും അവർ ദൈവത്തെ ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഹൃദയം ഇരുണ്ടുപോയി. ഹൃദയത്തിലാണ് സന്തോഷം, ഹൃദയത്തിലാണ് പ്രത്യാശ, ഹൃദയത്തിലാണ് ദൈവം ഉണർത്തുന്നത്. ഹൃദയത്തിലൂടെയാണ് നമ്മളെ ആത്മീയമായി ദൈവം ശക്തീകരിച്ചെടുക്കുന്നത്.
നമ്മൾ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാകുന്നത്. ഹൃദയമാണ് പുഷ്ടിപ്പെടുന്നത്, ബലപ്പെടുന്നത്, ശക്തിപ്പെടുന്നത്. ഹൃദയത്തിലാണ് ബലം കിട്ടുന്നത്, ഹൃദയത്തിലാണ് ശക്തി ഉണ്ടാകുന്നത്. ആ ബലവും ആ ശക്തിയും നമ്മുടെ ശരീരം മുഴുവൻ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ മനുഷ്യനെയും പക്ഷികളെയും നാൽക്കാലിയെയും ഇഴജാതിയെയും ആക്കി ദൈവത്തിൻ്റെ സാദൃശ്യത്തെ മാറ്റിക്കളഞ്ഞപ്പോൾ അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് ഏൽപ്പിച്ചു. അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അതിൻ്റെ വിശദീകരണമാ പിന്നീടുള്ള വാക്യങ്ങളിൽ. ദൈവത്തിൻ്റെ സത്യം ഒരു വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അതുകൊണ്ട്, അങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അപമാനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള മനുഷ്യൻ ഇപ്പം എന്തായി മാറി? നാടൻ ഭാഷയെ പറഞ്ഞ ഒരു കന്നുകാലിക്ക് തുല്യമായി മാറി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവിടെ പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. എത്ര ദുഃഖകരമായൊരവസ്ഥയാണ്. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെ എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ആകാനുള്ള കാരണം? വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും പണവും സൗന്ദര്യവും എന്ന് വേണ്ട എല്ലാവിധ ബ്ലെസ്സിങ്ങും ഉള്ള ചില മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന കോനാമ്പിച്ച് കണ്ടു കഴിയുമ്പോൾ നമുക്ക് വലിയ ദുഃഖം തോന്നും ഹൃദയത്തിൽ. ആധുനിക മനുഷ്യൻ വെൺവാസ ഇടിക്കേണ്ട അനിമൽ, ഒരു വിവേകമുള്ള മൃഗമായി മാറി. കാരണം ഇതാണ് ദൈവമക്കളെ, ദൈവത്തെ അവർ അങ്ങനെ കണ്ടു. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി ദൈവത്തെ മാറ്റിയപ്പോൾ ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. മൂന്നാമത് പറയുന്നത്, ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. 3 കാര്യങ്ങളാ. അശുദ്ധിയിൽ ഏൽപ്പിച്ചു, അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ആധുനിക മനുഷ്യന്റെ ചിത്രമാണ്. അവൻ പ്രൊഫസറായിരിക്കാം, അവൻ എഞ്ചിനീയർ ആയിരിക്കാം, അവൻ വലിയ ബിസിനസ് മാനായിരിക്കാം, അവൻ MLA ആയിരിക്കാം, അവൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കാം, അവൻ ഹോം മിനിസ്റ്റർ ആയിരിക്കാം, അവൻ എന്തും ആയിക്കോട്ടെ. ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന മനുഷ്യൻ ഏത് ഹൈ പൊസിഷൻ എടുത്താലും അവനെക്കുറിച്ച് വചനം പറയുന്നത് അവനൊരു പോഷനാണ്. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയപ്പോൾ ഈ ലോകത്തിന്റെ ജ്ഞാനമുള്ള അവൻ പോഷനാണ്. എന്താ കുഴപ്പം? കറക്റ്റ് അല്ലേ വചനം? എന്നാൽ നമ്മൾ അങ്ങനെയല്ല. യാക്കോബ് പറഞ്ഞ പോലെ ഉയരത്തിലുള്ള ജ്ഞാനമുള്ളവരാ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനമുള്ളവരാ. ദൈവത്തിന്റെ സ്വഭാവമുള്ളവരാ. നമ്മൾ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവർ നമ്മെ ഉന്നയിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി നമ്മൾ ജീവിക്കണം. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഫേസ്യലേഖനത്തിലെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. എഫേസ്യലേഖനം അതിൻ്റെ 4-ാം അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വളരെ മനോഹരമായൊരു പ്രസ്താവന പൗലോസ് ഇവിടെ പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഈ ജാതികളെ കുറിച്ച് ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. മനുഷ്യൻ ആരായി മാറിയെന്ന് ഇവിടെ വായിച്ചത്, മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യത്തിൽ ദൈവത്തെ കണ്ട മനുഷ്യൻ, പോഷനായ മനുഷ്യൻ, വിവേകം നഷ്ടപ്പെട്ട മനുഷ്യൻ,
അങ്ങനെയുള്ള മനുഷ്യൻ ജാതികളിൽപ്പെട്ടവരാണ് കൂടുതലും, യഹൂദന്മാരല്ലല്ലോ, ജാതികളാണ്. ആ ജാതികളെ കുറിച്ച് പൗലോസ് പറയുന്നത്, ജാതികൾ എഫേസ്യർ 4:17 മുതൽ, ആകയാൽ ഞാൻ കർത്താവ് സാക്ഷീകരിച്ച് പറയുന്നത് എന്നാൽ ജാതികൾ തങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തവും ഹൃദയകാഠിന്യ നിമിത്തം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോയവർ. ആകയാൽ അത്യാഗ്രഹത്തോടെ സകല ശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ജാതികളുടെ ചിത്രം ഇവിടെ ഏതാ കറക്റ്റായിട്ട് പൗലോസ് പറയുക. അവരെങ്ങനെയാണ്? വ്യർത്ഥബുദ്ധിയുള്ളവരാണ്, അവർ അന്ധബുദ്ധികളാണ്, അവർ അജ്ഞാനികളാണ്, അവർ ഹൃദയകാഠിന്യമുള്ളവരാണ്, അവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോയവരാണ്, അവർ അത്യാഗ്രഹികളാണ്, സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാണ്. എഫേസ്യർ 4:17, 18, 19 വാക്യങ്ങളാണ്. എന്നിട്ട് പൗലോസ് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളോ ആരാ നിങ്ങൾ? പുതിയ നിയമസഭ, കർത്താവിൻ്റെ മക്കൾ, കുഞ്ഞുങ്ങൾ, കർത്താവിൻ്റെ ഭക്തന്മാരും ഭക്തമതികളെ കുറിച്ച് പറയുക ഇവിടെ. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പുതിയ മനുഷ്യൻ, ന്യൂ മാൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, 5:17, ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടിഞ്ഞു പോയി, കണ്ടാൽ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. നമ്മൾ പുതിയ സൃഷ്ടികളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്. ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മളെ നിയമിച്ചവരാണ് ദൈവം. ഹല്ലേലൂയ. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം പ്രിയപ്പെട്ടവരെ. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനിൽ നിന്ന് കേട്ട്, യേശുവിൽ നിന്ന് എങ്ങനെ കേട്ടത്? യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് കൊടുത്ത വചനങ്ങൾ അവർ പ്രസംഗിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. അതാണ് നമ്മൾ കേൾക്കേണ്ടതും. അല്ല മോശ പ്രസംഗിച്ചതും മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പഴയ നിയമമല്ല. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം തന്നെ നമ്മൾ കേൾക്കണം, അത് തന്നെ പ്രസംഗിച്ച് കേൾക്കണം. ആത്മീയ വളർച്ചയ്ക്കും ആത്മര വർധനം അത് തന്നെയുള്ള വഴി, വേറെ വഴിയില്ല. ഗലീല, ശമരിയ, യഹൂദദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനുള്ള കൃപയിലും നടന്നും പിരിയും കൊണ്ടിരുന്നു. കാരണം എന്താ? അപ്പോസ്തലന്മാർ അതുപോലെ സഭയെ പഠിപ്പിച്ചു. ഇന്നത്തെ അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിക്കുന്നില്ല. അവർ പണം ഉണ്ടാക്കാൻ പോവുക, അവർ കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാലത്തിലോ നീ രാജ്യം യഥാസ്ഥാനമാക്കുന്നത്. അവർ വിചാരിച്ച് യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് 1000 ആണ്ട് വാഴാനുള്ള സമയമായി. അതാണ് അവർ ചോദിക്കുന്നത്. പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അത് കിടപ്പുണ്ട് ആ വിഷയം. ഈ കാലത്തിലോ നീ യഥാസ്ഥാനമാക്കുന്നത്. അങ്ങനെ യഥാസ്ഥാനമാക്കിയാൽ ഞങ്ങൾ നിന്റെ ചുറ്റുമിരുന്ന് രാജാക്കന്മാരായിട്ട് വാഴട്ടെ എന്നാ ചോദിച്ചതിൻ്റെ അർത്ഥം. അവരടിയും കൊണ്ട് പുളിയും കുടിച്ച് രക്തസാക്ഷികളായി. അവർ മരിക്കാനിരിക്കുന്ന സമയത്താണ് ഈ ഇടപെടലെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം, എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇവിടെ ഉപദേശം ലഭിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളു. ഒരു വലിയ മർമ്മം ഇവിടെ കിടപ്പുള്ളത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നത്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ദൈവത്തിൻ്റെ രൂപം, ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. അങ്ങനെയുള്ളൊരു പുതു മനുഷ്യരായി നമ്മൾ തീരണം. സഹോദരി സഹോദരന്മാരെ, ഈ അവസ്ഥയിൽ നമ്മൾ വരുന്നില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യമില്ല. ഹല്ലേലൂയ. ഈ വചനത്തെ കോട്ടിക്കളയുന്നവരുണ്ട്, കൂട്ടുചേർക്കുന്നവരുണ്ട്, മറിച്ച് കളയുന്നവരുണ്ട്. ഈ ഇടയ്ക്ക് ഒരു അച്ഛൻ ഉപദേശി ഇറങ്ങിയിരിക്കുക. നമ്മൾ ഈ പരസ്യങ്ങളൊന്നും നടത്തണ്ട, നമ്മൾ ഉപദേശം മീറ്റിങ്ങുകളൊന്നും നടത്തണ്ട, നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം പുള്ളി പറയുക. ഞാൻ പുള്ളിയെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ എല്ലാവർക്കും ഒന്നും വെളിപ്പെട്ട് കിട്ടത്തില്ലെന്നേ. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. അവർക്കാണ് ആ വരം ലഭിച്ചത്. അപ്പം തിന്നാനും
രോഗശാന്തിക്കും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ പുറകെ ഒരു വലിയ സമൂഹം പോയി. ഇന്നും അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നേ. എന്നാൽ വചനം പ്രസംഗിച്ച് ഉപദേശം കഠിനമാക്കിയപ്പോൾ ഇത് കഠിനമാക്കാന്ന് പറഞ്ഞ് എല്ലാവരും പൊടിയും തട്ടിക്കളഞ്ഞു പോയി. എന്നാൽ പിന്നെയും അവിടെ ചൊട്ടയൊക്കെ പൊട്ടിച്ച് നിൽക്കുന്ന ഒരു 12 പേരെ അവിടെയൊക്കെ കാണാൻ കഴിയും. അവരോടുള്ള കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡാണ് എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്ന്. നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? എനിക്കാരുടെയും സപ്പോർട്ട് വേണ്ട, നിങ്ങൾക്കും പോകാം. പാപം ചെയ്ത് അന്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പോകാം. പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കും പോകാം. അപ്പോൾ എന്താ പറഞ്ഞത്? നിത്യജീവമൊഴികൾ നിന്നിലുണ്ടോ പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവന്റെ മൊഴികൾ നിന്റെ മക്കളുണ്ട്. ദൈവമക്കളെ, നമ്മൾ കർത്താവിൻ്റെ പുറകെ പോകുന്നതിൻ്റെ കാരണം നമുക്ക് വീട് തരുമെന്നോ, കാറ് തരുമെന്നോ, ലോറി തരുമെന്നോ, വണ്ടി തരുമെന്നോ, കിണ്ടി തരുമെന്നോ ഇതൊന്നും കൊണ്ടല്ല നമ്മൾ കർത്താവിൻ്റെ പുറകെ പോണത്. അങ്ങനെ ആരും പോകരുത്. നമുക്ക് നിത്യജീവൻ വേണം, എവർലാസ്റ്റിംഗ് ലൈഫ്. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. അത് ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. നമുക്ക് നിത്യജീവൻ വേണം, എവർലാസ്റ്റിംഗ് ലൈഫ്. ഒരു മനുഷ്യൻ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കും? ബംഗ്ലാദേശുകാരൻ 115 വയസ്സ് വരെ ജീവിച്ചു. ചിലർ പറയുന്നത് 130. ആയിക്കോട്ടെ, 130 ആയാലും അത് കഴിയുമ്പോൾ തീരുമല്ലോ. മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത്? ഏത് ഗ്രന്ഥമാണ് അതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം നമുക്ക് തരുന്നത്? ഭൂമിയിൽ 100 മതങ്ങളും 100 ഇസങ്ങളും ഉണ്ടെങ്കിലും കർത്താവിനെ കുറിച്ച് പൂർണ്ണമായ ഒരു ചിത്രം തരുന്നത് സത്യവേദ പുസ്തകം മാത്രമേ ഉള്ളൂ. ആ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യൻ ആരായി മാറി? ദൈവത്തെ വിട്ടുപോയവരായി മാറി. അതുകൊണ്ട് ഇവിടെ പൗലോസ് പഠിപ്പിച്ച്, നിങ്ങളോ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയല്ല പഠിച്ചത്, ജാതികളായ നിങ്ങൾ ഇപ്പോൾ അങ്ങനെയായി മാറണം. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ദൈവാനുരൂപമായി, ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, അങ്ങനെ ഒരു മനുഷ്യനായി നമ്മൾ തീരണം. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. അല്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തേക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. കർത്താവ് വരുമ്പോൾ കർത്താവിനെ പോലെ നമ്മളായി തീരണം. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നത് പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകും. അവരോട് സദൃശന്മാരാകും. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ. ഇതായിരിക്കണം പ്രത്യാശ. ഹല്ലേലൂയ. ഞാൻ ആ റോമാലേഖനത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥനായപ്പോൾ എന്ത് പറ്റി? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി ദൈവത്തെ മാറ്റി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തമ്മിൽ അപമാനിക്കേണ്ട അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം വ്യാജമാക്കി മാറ്റി. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അവനെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. ആണും പെണ്ണും തിരിച്ചറിവിടാത്ത വർഗമായി മനുഷ്യൻ തീർന്നു. സ്തോത്രം. ഇപ്പം വിവാഹമൊക്കെ തീരാൻ പോവുക, നിർത്താൻ പോവുക. ഓരോ രാജ്യങ്ങളിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നേ. കാരണം എന്ത് വിവാഹം നിർത്താനോ? വിവാഹത്തിനെ പോലെയല്ലേ അവർ പെണ്ണുങ്ങളാണെങ്കിലും ജീവിക്കുന്നത്. ഒരു IT ഫീൽഡിൽ ജോലിയുള്ള ഒരു കുഞ്ഞിനോട് വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് എന്തിന് വിവാഹം, ഞങ്ങൾ വിവാഹത്തിലെ പോലെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ജീവിക്കുന്നത്. ആ കാലത്തിലേക്ക് വന്നു. ലിവിങ് ടുഗദർ. 6 മാസം ജീവിക്കുക, അല്ലെങ്കിൽ 1-2 വർഷം ജീവിക്കുക. അത് കഴിയുമ്പോൾ വലിച്ചെറിഞ്ഞിട്ട് വേറൊരു ലൈഫിലേക്ക് പോവുക. താനി മൃഗത്തിൻ്റെ സ്റ്റൈലിലേക്ക് വന്നു. പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും തിരിച്ചറിവൊന്നുമില്ല. അപ്പനും അമ്മയും വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അവരുടെ രീതി അതാണ്, നമുക്കറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് സംഭവിച്ച ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവിടെ രൂപസാദൃശ്യമാക്കി ദൈവത്തെ അവൻ തീർത്തു. അതുകൊണ്ട് തമ്മിൽ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അപമാനിക്കേണ്ടതിന് അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അതുകൊണ്ട്
ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. സ്തോത്രം. അശുദ്ധിയിൽ ഏൽപ്പിച്ചു, അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. സ്തോത്രം, സ്തോത്രം. ഈ അവസ്ഥയിൽ മനുഷ്യനായി. ആ അവസ്ഥയിൽ നിന്നൊരു ഉദാഹരണം ദൈവം മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. നശിച്ചു കിടക്കുന്ന മാനവജാതിയെ, ലോകത്തെ രക്ഷിച്ചെടുക്കാനാണ് ദൈവപുത്രൻ വരുന്നത്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം ആ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അതുകൊണ്ട് ദൈവം ഒരു അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. സ്ത്രീ പുരുഷ ഭേദമില്ല. സ്ത്രീയും പുരുഷനും അവളുടെ ബന്ധത്തെ അവർ വികലമാക്കി. സ്ത്രീയോടും പുരുഷനോടും. തീർന്നില്ലേ? മനുഷ്യന്റെ ഇടപാട് തീർന്നില്ലേ? വലിയ കോട്ടും ടൈയും കെട്ടി നടക്കുന്ന മനുഷ്യനൊക്കെ ആരാ? ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യരാണ്. ഇനി ഭൂമി കിടക്കുന്നവരുടെ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചൊലിച്ച് ആണോട് ആൺ അവനിഷ്ടമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. കണ്ടോ? ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യൻ ദൈവരാജ്യത്തിന്റെ അംശയാകാൻ പറ്റാത്ത അവസ്ഥയിലായി തീർന്നിരിക്കുകയല്ലേ ഇന്ന്? ഹല്ലേലൂയ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് ജീവാൻ തക്കോണം ദൈവം അവരെ എന്ത് ചെയ്തു? നികിഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. അവർ സകല അനീതിയും ദുഷ്ടതയും നിറഞ്ഞവർ, അത്യാഗ്രഹമുള്ളവർ, ദുർബുദ്ധി നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവർ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആൽപപ്രശംസക്കാർ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഗർവികൾ, ആൽപപ്രശംസക്കാർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ. ഈവ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, ആ വക പ്രവർത്തിക്കുന്നവരെ അവര് എന്ത് ചെയ്യുന്നു? അവരിൽ പ്രസാദിക്കുക കൂടി ചെയ്യുന്നു. മനുഷ്യർ എത്ര അധപ്പതിച്ചെന്ന് നോക്കിയേ. 969 വയസ്സിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വിഷയമാണ് ഞാൻ പറയുന്നത്. ഒറ്റയടിക്ക് പ്രായം കുറഞ്ഞു. സ്തോത്രം. 120 വർഷമായി. ആ ദൈവത്തിന്റെ ഇടപെടൽ അങ്ങനെയാ. മാനവജാതിയോടുള്ള ദൈവത്തിന്റെ കൽപ്പനകളും ഇടപെടലുകളും അങ്ങനെതാണ്. നാം അത് മനസ്സിലാക്കി നിന്നില്ലെങ്കിൽ സാത്താൻ നമ്മളെ തകർത്ത് കളയും. നമ്മൾ വചനമനുസരിച്ച് ജീവിക്കുക. പ്രവൃത്തി 20:32 നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ കൺക്ലൂഷനിലേക്ക് വരട്ടെ. അപ്പൊ ഈ വകുപ്പിൽ പെട്ടുപോയവര് അവരെങ്ങനെയുള്ളവരാ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ തക്കവണ്ണം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികിഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവരാരൊക്കെയാ നികിഷ്ട ബുദ്ധിക്കര്? അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പൊതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബലഹീനർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ എന്നീ ഈ വക പ്രവർത്തിക്കുന്നവൻ മരണയോഗ്യർ എന്നുള്ള ദൈവനായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല അവരിൽ പ്രസാദിക്കുക കൂടി ചെയ്യുന്നു. കണ്ടോ മനുഷ്യന്റെ തകർച്ചയുടെ ചിത്രം? കണ്ടോ? സ്വന്തം നിരൂപണങ്ങളിൽ, സ്വന്തം കാഴ്ചപ്പാടിൽ നമുക്കിപ്പോൾ പാസ്റ്റർ പറയും നമുക്കൊരു കൺവെൻഷൻ നടത്താം, നമുക്കൊരു മീറ്റിംഗ് നടത്താം. വേണ്ട, പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. കർത്താവിന്റെ നിയോഗപ്രകാരം ആത്മാവിന്റെ നടത്തിപ്രകാരം ഓരോ കാൽച്ചുവടുകൾ വെക്കെ. അത് അനുഗ്രഹവും നന്മയും വിടുതലുമായി തീരും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുകയാണ്. വാത്സല്യ പ്രിയമുള്ളവരെ, എത്ര മനോഹരമായൊരു പഠനമാണ് ഇന്ന് പൽക്കാലം കർത്താവ് നമുക്ക് തരുന്നത്. റോമാലേഖനത്തിലെ പഠനം, എൻ്റെ 1-ാം അധ്യായത്തിലെ പഠനം. മനുഷ്യൻ ഒരു മൃഗമായി മാറി.
ആ അവസ്ഥയിൽ നിന്നാണ് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് അരുമനാഥന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ അങ്ങനെയുള്ളവരാണ്. അങ്ങനെ ഇല്ലെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ആയിക്കോണം. ദൈവകൽപ്പന പ്രമാണിച്ച് യഥാർത്ഥമായി വീണ്ടും ജനനം ഹൃദയത്തിൽ ഉണ്ടായി, പാപബോധമുണ്ടായി, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മാനപാത്രമായി തീരുവാൻ ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കാലങ്ങളേറെയില്ല, കാലം കഴിയാറായി. ഇനിയുള്ള സമയങ്ങൾ ഒരുക്കം പൂർത്തീകരിക്കുക, ഒരുക്കം പൂർത്തീകരിക്കുക, ഒരുക്കം പൂർത്തീകരിക്കുക. സ്തോത്രം. മത്തായി 25 5 കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി മണിയറയിൽ പ്രവേശിച്ചു. ഒരുക്കം പൂർത്തീകരിക്കുക. കർത്താവിൻ്റെ വരവിൽ അനേകർ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് നിങ്ങൾക്കും ആ ഗതികെട്ട അനുഭവം ഉണ്ടാകരുത്. സ്തോത്രം. ഇവിടെ 22ഓളം പാപപ്രവൃത്തിയിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു സംഘമായി ഈ ലോകം തീർന്നിരിക്കുക. എവിടെ നോക്കിയാലും വിശ്വാസികൾ പോലും പാപത്തിന് അഡിക്റ്റായിരിക്കുക. ദൈവ കൽപ്പന ലംഘിക്കുന്നതിൽ വിശ്വാസികൾ മുൻപന്തിയിൽ നിൽക്കുക. ഹല്ലേലൂയ. അവർക്ക് പ്രസംഗിക്കണം. അവരുടെ മാസം പ്രസംഗിച്ചാലേ പ്രസംഗം കേൾക്കുള്ളൂ. അവർ മറ്റുള്ളവർ പ്രസംഗിച്ചാലോ അപ്പോൾ താല്പര്യമില്ല. അതാണ് അവിവേകത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ബാലിശമായ ചിന്താഗതി എന്ന് പറയുന്നതാ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. റോമാലേഖനം 1-ാം അധ്യായത്തിലെ പഠനം ഏറ്റവും അനുഗ്രഹമായി തീർന്നു. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം കാഴ്ചപ്പാടുകൾ പാടില്ല. സ്വന്തം അഭിപ്രായങ്ങൾ പാടില്ല. ദൈവഹിതമായാൽ, ദൈവ ഇഷ്ടമായാൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ റോമാലേഖനം 1-ാം അധ്യായത്തിലെ പഠനം എന്തുകൊണ്ടും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളിതെല്ലാം കേട്ടിട്ട് കമൻ്റ് ചെയ്യുക, വിളിക്കുക. നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അങ്ങനെ പറയുക, അനുഗ്രഹമല്ലെങ്കിൽ അങ്ങനെയും പറയുക. സ്തോത്രം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. റൈറ്റിംഗ് മെസ്സേജായിട്ടോ വോയിസ് മെസ്സേജായിട്ടോ ഇട്ട് ചോദിക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല. സമയസന്ദർഭം പോലെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാനായിട്ട് ബാധ്യസ്ഥനാണ്. കർത്താവ് അതിനായിട്ട് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ, ഉണർന്നിരിപ്പാൻ, സദാകാലം ഉള്ളത് പ്രാർത്ഥിച്ചിരിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.